നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പരിശോധിച്ച രേഖകളിൽ പ്രായം 18 വയസ്സായിരുന്നു എന്ന വാദത്തിൽ പോലീസ് ഉറച്ചു നിൽക്കാൻ കാരണം എന്താണ്? നടപടികളുമായി മുന്നോട്ടു പോയാൽ സഖാക്കളായ വി ശിവൻകുട്ടി, എ റഹീം, MV ഗോവിന്ദൻ എന്നിവർ അകത്താകും. സംഭവം ലവ് ജിഹാദാണെന്ന ആരോപണം ഉയർന്നപ്പോൾ തന്നെ അതിൽ കയറി തൂങ്ങി കേരള മാതൃക സൃഷ്ടിക്കാനായിരുന്നു CPMന്റെ ശ്രമം. സർക്കാരിന്റെ PR പ്രവർത്തനവുമായി വിവാഹത്തെയും ബന്ധിപ്പിച്ചു. ഇലക്ഷൻ കാലമായതിനാൽ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാനാണ് ശ്രമം നടന്നത്. ഭരണത്തിലെ പ്രമുഖനായ മന്ത്രിയുടെ ആശീർവാദവും വിവാഹത്തിനുണ്ടായിരുന്നു. BJPയുടെ ഹിന്ദുത്വ സമീപനത്തിനെതിരെയുള്ള നീക്കമായി CPM ഇതിനെ കരുതി. ലവ് ജിഹാദ് കേരളത്തിന്റെ മാത്രം സംഭാവനയാണെന്ന് ഇതിനകം ആരോപണം ഉയർന്നിരുന്നു. ലവ് ജിഹാദിനെതിരെ പാലാ ബിഷപ്പ് വരെ ആരോപണം ഉന്നയിച്ചിരുന്നു. സംഭവം ലവ് ജിഹാദ് അല്ലെന്ന് വരുത്തി തീർക്കാൻ നിരവധി കഥകൾ പാർട്ടി മെനയുന്നു. പെൺകുട്ടിയുടെ പേരിലുണ്ടായിരുന്ന ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കി പുതിയ സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ നൽകിയെന്ന സംശയവും പോലീസ് പങ്കുവയ്ക്കുന്നു. മധ്യപ്രദേശ് ഭരിക്കുന്നത് BJP ആണെന്നതാണ് വിഷയം. 2025 ജൂണിൽ ലഭ്യമാക്കിയ ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിരുന്നു. ഇതുപയോഗിച്ചാണ് അവർ ആധാർ കാർഡും പാൻ കാർഡും എടുത്തത്. ഈ രേഖകളിൽ 18 വയസ്സെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വിവാഹിതയായപ്പോൾ ആധാർ കാർഡാണ് പെൺകുട്ടി സമർപ്പിച്ചത്. വിവാഹത്തിന് മുൻപ് ഇത് പരിശോധിച്ചുവെന്നും 18 വയസ്സായെന്ന് സ്ഥിരീകരിച്ചെന്നുമായിരുന്നു പോലീസിന്റെ വാദം. 18 വയസ്സ് പൂർത്തിയായെന്ന് രേഖപ്പെടുത്തിയുള്ള സാക്ഷ്യപത്രവും പെൺകുട്ടി ഹാജരാക്കി. വിവാഹം നടന്ന ക്ഷേത്രത്തിലെ അധികൃതരും ആധാർ പരിശോധിച്ചിരുന്നു. അതേസമയം പെൺകുട്ടി ജനിച്ച ആശുപത്രിയിലെ അധികൃതരെ സമീപിച്ച മാതാപിതാക്കൾ ജനന സർട്ടിഫിക്കറ്റിന്റെ കാര്യം അന്വേഷിച്ചു. പെൺകുട്ടിയുടെ വിവാഹത്തിന് ശേഷമായിരുന്നു ഇത്. ആശുപത്രിയിലെ രേഖകളിൽ പെൺകുട്ടി ജനിച്ചത് 2009 ഡിസംബർ 30-നാണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതനുസരിച്ച് വിവാഹവേളയിൽ 16 വയസ്സായിരുന്നു പ്രായം. ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തേത് റദ്ദാക്കി പുതിയ ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടുണ്ടാകാമെന്നും പ്രായപൂർത്തിയായിട്ടില്ലെന്ന വിവരം ഇതിലാണുള്ളതെന്നുമാണ് പോലീസിന്റെ വാദം. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് പൂവാർ പഞ്ചായത്തിലും ആദ്യത്തെ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡുമാണ് പെൺകുട്ടി സമർപ്പിച്ചത്. പോലീസിന്റെയോ പഞ്ചായത്ത് അധികൃതരുടെയോ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് പോലീസ്. അതേസമയം ആദ്യ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി തയ്യാറാക്കാൻ ബോധപൂർവം ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മധ്യപ്രദേശിൽ പോയി അന്വേഷണം നടത്തേണ്ടി വരുമെന്നും DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ തിരുവനന്തപുരം റൂറൽ SP ജുവനപ്പൂടി മഹേഷ് ചൂണ്ടിക്കാട്ടി. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന വിവാദത്തിൽ സൂക്ഷ്മതയോടെയാണ് പോലീസ് നീങ്ങിയത്. ഭർത്താവ് ഫർമാനെ പ്രതിയാക്കി മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം സംസ്ഥാന പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ കാരണവന്മാരാണ് വിവാഹം നടത്തിയത്. അരുമാനൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത വൈറൽ വിവാഹത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തായെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയെയും മുസ്ലിം കാമുകനെയും വിവാഹത്തിനായി നെയ്യാറ്റിൻകരയിൽ എത്തിച്ചത് ഒരു സിനിമാ ക്യാമറമാനായിരുന്നു. കേരളത്തിന്റെ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന കേരള സ്റ്റോറി എന്ന പേരിൽ നടന്ന ഈ നീക്കത്തിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മാർച്ച് 7-നാണ് പെൺകുട്ടിയും പങ്കാളിയും സുഹൃത്തായ ക്യാമറാമാൻ ലാലും നെയ്യാറ്റിൻകരയിലെത്തിയത്. അരുമാനൂരിലെ വിവാഹത്തിന് 2 ആഴ്ച മുൻപേ ഇവർ ഇവിടെ എത്തിയിരുന്നു. ഇവരുടെ രഹസ്യ താമസത്തിനും മറ്റും സൗകര്യമൊരുക്കിയത് പ്രദേശത്തെ ഇടതുപക്ഷ സംഘടനാ നേതാവായിരുന്ന ജീവനക്കാരിയാണെന്നാണ് റിപ്പോർട്ട്. CPM സംസ്ഥാന സെക്രട്ടറിയെ വിവാഹത്തിൽ പങ്കാളിയാക്കിയത് ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവാണ്. ഇവർ തന്റെ നാത്തൂന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട ചടങ്ങിനും കുംഭമേള ഫെയിം ബാലികയെ എത്തിച്ചു. കുട്ടി ബാലികയാണെന്ന് തെളിയുകയും അവർ പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് ആരോഗ്യ പരിശോധനകളിൽ തെളിയുകയും ചെയ്താൽ അത് ബലാത്സംഗ കേസായി മാറും. ഇവിടെയാണ് അപകടം. അങ്ങനെ തെളിഞ്ഞാൽ CPM നേതാക്കൾ പ്രതിയാകും, പ്രത്യേകിച്ച് കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പായ സാഹചര്യത്തിൽ. യാതൊരുവിധ രേഖകളും പരിശോധിക്കാതെ വിവാഹ സർട്ടിഫിക്കറ്റ് നടപടികൾ പൂർത്തിയാക്കിയത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് എന്ന ആരോപണമുണ്ട്. എന്നാൽ അപ്പോഴും ഇവിടെ കാണേണ്ട ഒരു വസ്തുത, പെൺകുട്ടി ആധാർ കാർഡും മറ്റ് കാര്യങ്ങളുമൊക്കെ പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിവാഹം നടന്നത്. അരുമാനൂരിലെ അമ്പലം ഭരണസമിതി CPM നിയന്ത്രണത്തിലാണ് എന്ന ഒരു ആരോപണവും ശക്തമാണ്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ കമ്മിറ്റി അംഗം വരെയുള്ള പ്രാദേശിക നേതാക്കൾക്ക് ഈ വിവാഹത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന വിമർശനം ശക്തമാണ്. കല്യാണം അരുമാനൂരിലെ അമ്പലത്തിൽ എത്തിയപ്പോൾ
ഈ വിവാഹം ഒരു മതസൗഹാർദ്ദ മാതൃക എന്ന നിലയിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്നാണ് സൂചന. അങ്ങനെ വന്നാൽ താമസ സൗകര്യം ഒരുക്കിയവരും റേപ്പ് കേസിൽ പ്രതികളാകും. വിവാഹത്തിന്റെ ദുരൂഹത പുറത്തു വന്നതോടെ അരുമാനൂരിലും പരിസര പ്രദേശങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് മറുപടിയായി കേരള മിഷൻ ആസൂത്രണം ചെയ്തതാണോ ഇതെന്ന് പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. പ്രാദേശിക CPM നേതൃത്വവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയും ചേർന്ന് നടത്തിയ ഈ നീക്കം പാർട്ടിക്കുള്ളിലും അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ വിവാഹത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചത് തിരിച്ചടിയാകുമെന്നാണ് പാർട്ടിയിലെയും വിലയിരുത്തൽ. ഇതിലേക്കൊന്നും ഇതുവരെ അന്വേഷണം പോയിട്ടില്ല. കുട്ടിയെ അരുമാനൂരിൽ താമസിപ്പിച്ചവർ അടക്കം കേസുണ്ടായാൽ കുടുങ്ങുന്ന അവസ്ഥയാണ്. കുംഭമേളയിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടിയും ഉത്തർപ്രദേശ് സ്വദേശി ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്ത നടപടിയിൽ പൂവാർ പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. വിവാഹ രജിസ്ട്രേഷനായി ഹാജരാക്കിയ രേഖകളിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇവർ പറയുന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന പരാതിയിൽ മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തതിനെ തുടർന്നാണ് കേരള പോലീസും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത്. വിവാഹത്തിനായി ഹാജരാക്കിയ രേഖകൾ അസലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതെന്ന് പൂവാർ പഞ്ചായത്ത് അധികൃതർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് നടപടികൾ വേഗത്തിലായത്. അതേസമയം ഫർമാൻ ഖാൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ച കോടതി അദ്ദേഹത്തെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി 5 ആഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശ് സർക്കാർ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞുവെന്നാണ് ഫർമാൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ ഹർജി അടുത്ത മാസം 20-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഈ കേസിൽ കേരള പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ മധ്യപ്രദേശ് പോലീസും തീരുമാനിച്ചിട്ടുണ്ട്. പെൺകുട്ടി ഹാജരാക്കിയ രേഖകളും പരിശോധിക്കണമെന്ന് മധ്യപ്രദേശ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തുടർന്നാകും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിൽ തീരുമാനമെന്നാണ് സൂചന. വൈറൽ താരത്തിന്റെ വൈറൽ വിവാഹത്തെ ചൊല്ലി വിവാദം ഇപ്പോഴും കത്തുകയാണ്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നോ ഇല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുകയാണ്. പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ കല്യാണം നടത്താൻ മുൻകൈയെടുത്ത CPMന്റെ നേതാക്കൾക്കുൾപ്പെടെ പ്രതിസന്ധി നേരിടേണ്ടി വരും. മഹേശ്വർ സർക്കാർ ആശുപത്രിയിലെ ജനന സർട്ടിഫിക്കറ്റിൽ 2009 ഡിസംബർ 30-ന് വൈകിട്ട് 5:50-ന് പെൺകുട്ടി ജനിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് പോലീസിന് മുൻപാകെ പെൺകുട്ടി ഹാജരാക്കിയ രേഖകളിൽ 2008 ജനുവരി 1 ജനന തീയതി. പെൺകുട്ടി സമർപ്പിച്ച ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി തയ്യാറാക്കിയതാണ് എന്ന് കമ്മീഷൻ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP ഈ മാസം 22-ന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. തുടരന്വേഷണത്തിന് 5 ദിവസം മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തുമ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള രേഖകളുടെ നിജസ്ഥിതി പരിശോധിക്കാനാണ് തീരുമാനം. 18 വയസ്സ് പൂർത്തിയായെന്ന് കാണിച്ചാണ് കേരളത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന് നൽകിയ രേഖകൾ വ്യാജമാണെന്ന് കണ്ടാൽ ഭർത്താവ് ഫർമാൻ ഖാന്റെ പേരിൽ വ്യാജരേഖ ചമച്ചതിനും വഞ്ചനാ കുറ്റത്തിനും കേസെടുത്തേക്കും. പിതാവ് വിവാഹത്തെ എതിർത്തുവെങ്കിലും പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച തർക്കം ഉന്നയിച്ചിരുന്നില്ല എന്ന് തമ്പാനൂർ പോലീസ് പറയുന്നുണ്ട്. സിനിമാ ചിത്രീകരണത്തിന് പിതാവിനൊപ്പമാണ് പെൺകുട്ടി പൂവാറിലെ റിസോർട്ടിൽ എത്തിയതും. അതേ സിനിമയിലെ അണിയറ പ്രവർത്തകനാണ് വിവാഹം കഴിച്ച ഫർമാൻ. പിതാവ് എതിർപ്പുന്നയിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെയാണ് കുട്ടി തമ്പാനൂർ സ്റ്റേഷനിൽ അഭയം തേടിയത്. മകളാണെന്ന് തെളിയിക്കാൻ പിതാവ് പോലീസിന് നൽകിയ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളിൽ പെൺകുട്ടിയുടെ വയസ്സ് 18 തന്നെയാണ്. വിവാഹത്തിന് നേതൃത്വം കൊടുത്ത CPM നേതാക്കൾക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് CPMന്റെ വിലയിരുത്തൽ. സംഭവത്തിൽ വിവാഹത്തിൽ പങ്കെടുത്ത 2 നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ അഭയം തേടിയെത്തിയ ഭിന്ന മതസ്ഥരായ പ്രണയിതാക്കളുടെ വിവാഹത്തിൽ പങ്കെടുത്തു പിന്തുണ പ്രകടിപ്പിച്ചതിൽ തെറ്റില്ല എന്ന നിലപാടിലാണ് CPM നേതൃത്വം. അതേസമയം പ്രായം സംബന്ധിച്ച ആധികാരിക രേഖയായി പരിഗണിക്കപ്പെടാത്ത ആധാർ കാർഡ് മാത്രം നോക്കിയാണ് വിവാഹ നടപടികൾ അധികൃതർ നടത്തിയത് എന്ന് NCST റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് 11-ന് തിരുവനന്തപുരം പൂവാർ ക്ഷേത്രത്തിൽ വിവാഹം നടക്കുമ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന ജനന സർട്ടിഫിക്കറ്റ് യാഥാർത്ഥ്യമായിരുന്നുവെന്നും അതിലെ ജനന തീയതി 1/1/2008 ആയിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. മധ്യപ്രദേശിലെ മഹേശ്വർ എന്ന സ്ഥലത്തെ തഹസിൽദാറും സബ് ഡിവിഷണൽ ഓഫീസറും പറഞ്ഞതനുസരിച്ച് 2025 ജൂണിലാണ് പെൺകുട്ടിയുടെ അമ്മ ജനന സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിച്ചത്. അമ്മയുടെ അപേക്ഷയിൽ 2008 ജനുവരി 1 പെൺകുട്ടിയുടെ ജനന തീയതിയായി കാണിച്ചിരുന്നത്. മറ്റ് രേഖകളൊന്നും നൽകിയിരുന്നില്ല. മാതാപിതാക്കളുടെ വാക്ക് വിശ്വസിച്ച് തഹസിൽദാർ നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1/1/2008 ജനന തീയതിയാക്കി ജനന മരണ രജിസ്ട്രാർ ഡിജിറ്റൽ ജനന സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു. ഈ സർട്ടിഫിക്കറ്റാണ് പെൺകുട്ടിയുടെയും വരൻ ഫർമാൻ ഖാന്റെയും പക്കലുണ്ടായിരുന്നത്.
മാർച്ച് 11-ന് വിവാഹത്തിന്റെ അടുത്ത ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ഇവർ കാട്ടിയത് ഈ ജനന സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷം മാർച്ച് 18-ന് വീണ്ടും ജനന തീയതി സംബന്ധിച്ച് തർക്കം ഉന്നയിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങളോട് അന്വേഷിച്ചപ്പോൾ മഹേശ്വർ സർക്കാർ ആശുപത്രിയിലാണ് കുട്ടി ജനിച്ചതെന്ന് പിതാവ് ജയ്സിംഗ് തിരിച്ചറിഞ്ഞത് പ്രകാരം മഹേശ്വർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് രേഖകൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രിയിലെ ജനന രജിസ്ട്രാറിൽ പെൺകുട്ടി ജനിച്ചത് 2009 ഡിസംബർ 30-ന് വൈകിട്ട് 5:50-നാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് തിരുത്തൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം നൽകിയ പുതിയ ജനന സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് മധ്യപ്രദേശ് പോലീസ് തട്ടിക്കൊണ്ടുപോകൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സർക്കാരിനും പ്രത്യേകിച്ച് CPM-ന് നേരെ വലിയ വിമർശനങ്ങളും ഒക്കെ ആയിട്ടാണ് BJP നിൽക്കുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് CPM ഉപയോഗിച്ചു എന്നുള്ള വിമർശനമാണ് കടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.